പ്രഭാത വന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആശ്വാസം നൽകും എന്നേശുവേ, ആശ്രയമേകും എൻ പ്രിയനേ, തിരുമാർവിൽ ഞാൻ ചാരിടുന്നേ, തിരുമാർവിൽ ഞാൻ ചാരിടുന്നേ. എൻ ദൈവമേ ആരാധന, സ്തുതികൾക്കെന്നും നീ യോഗ്യനേ. തിരുമാർവിൽ ഞാൻ ചാരിടുന്നേ, തിരുമാർവിൽ ഞാൻ ചാരിടുന്നേ. 2021 വർഷത്തിലെ 2020 ലോകകപ്പ് ആദ്യ 2 മത്സരങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരാജിതരായി. തീരുമാനങ്ങളിലെ പിഴവുകൊണ്ടാണെന്ന് വൈസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പ്രസ്താവിച്ചു. അത് വളരെ ശരിയായ ഒരു പ്രസ്താവനയായിരുന്നു. പരാജയങ്ങളുടെ മുഖ്യ കാരണം തീരുമാനങ്ങളിലെ പിഴവ് തന്നെയായിരുന്നു. ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പലപ്പോഴും മനുഷ്യർക്ക് കഴിയാതെ പോകുന്നു. താൽക്കാലികമായ വിജയം ലാക്കാക്കി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയാതെ പോകുന്നത്. ആത്യന്തികമായി വിജയം എങ്ങനെ കൈവരിക്കാം എന്നതിലാണ് നാം ശ്രദ്ധിക്കേണ്ടത്. താൽക്കാലികമായി നാം ഉപയോഗിക്കുന്ന പല തന്ത്രങ്ങളും പലപ്പോഴും പരാജയത്തിലേക്ക് നയിച്ചേക്കാം. എന്നാൽ തന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ തന്നെ ജീവിതം പരാജയപ്പെടുകയാണ്. തന്ത്രങ്ങളല്ല, ജീവിത മൂല്യങ്ങളാണ് ജീവിതത്തെ വിജയത്തിൽ എത്തിക്കുന്നത്. കുതന്ത്രത്തിന്റെ മാർഗത്തിലൂടെ വിജയം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ലോകത്ത് സത്യസന്ധതയും വിശ്വസ്തതയുമുള്ള ജീവിതത്തിന് മാത്രമേ ആത്യന്തികമായ വിജയം കൈവരിക്കാൻ കഴിയൂ എന്നുള്ളത് നാം ഒരിക്കലും മറന്നുപോകരുത്. ഒരുപക്ഷെ വിശ്വസ്തതയോടെ നാം ജീവിതത്തെ നയിക്കുമ്പോൾ താൽക്കാലികമായ തോൽവികൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ ആത്യന്തികമായി ഒരിക്കലും നാം പരാജയപ്പെടുന്നില്ല. താൽക്കാലിക വിജയമല്ല, ആത്യന്തികമായ വിജയമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തന്ത്രങ്ങൾ മെനഞ്ഞ് വിജയം കൈവരിക്കാൻ ശ്രമിക്കുന്ന ചില സമൂഹങ്ങളെ പോലെ ജീവിതത്തിൽ എപ്പോഴും വിജയം കൈവരിക്കാൻ ആർക്കും കഴിയുകയില്ല. താൽക്കാലിക നേട്ടത്തിനും സൗകര്യത്തിനും വേണ്ടി ജീവിത മൂല്യങ്ങളെ അവഗണിക്കുന്നവർ ആത്യന്തികമായി പരാജയപ്പെടുക തന്നെ ചെയ്യും. ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ച് ആത്മീക ഫലമായ മൂല്യങ്ങളാണ് വിജയത്തിന്റെ ശില്പികൾ. അവയെ മുറുകെ പിടിച്ച് മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയണം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതത്തിന്റെ പരിശ്രമങ്ങൾ നമുക്ക് ജീവിതത്തിൽ വിജയത്തിലെത്തിക്കും എന്ന് ഓർക്കുവാൻ ഇടയാവട്ടെ. ഒരു നല്ല പ്രഭാതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരാജയങ്ങളെ വിജയങ്ങളാക്കി തീർക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവം ബിനുവച്ചൻ. കരുണയിൻ പ്രഭുവേ, രാജാവേ, സ്നേഹത്തിൻ ഉറവിടമേ, ആനന്ദം നൽകും ദൈവാത്മാവേ, പരിശുദ്ധനും നീ ആദ്യനും